സച്ചി മാളു. എന്താ ചേച്ചി എല്ലാം ഒളിച്ചു കളി കളിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിന്ന് കപ്പിൾ ഡാൻസ് കളിക്കുന്നോ? അയ്യോ ചേച്ചി, കപ്പിൾ ഡാൻസ് കളിച്ചതല്ല. പിന്നെ? അത് ചേച്ചി അങ്ങനെ ചോദിക്ക്. അത് ചേച്ചി, മാളു ഈ മരം തട്ടി ഇവിടെ വീഴാൻ പോയപ്പോ ഞാൻ അവളെ പിടിച്ചതാ. അത് ചേച്ചി, അതാണോ ചേച്ചി കപ്പിൾ ഡാൻസ് ആക്കി മാറ്റുന്നേ? ഓ അങ്ങനെ. ഞാൻ വിചാരിച്ചു ചേച്ചി എന്നാലും ഞങ്ങളെ ഇങ്ങനൊക്കെ വിചാരിച്ചില്ലേ. ആ എന്തായാലും വാ, അമ്മമാര് വന്നിട്ടുണ്ട്. അമ്മമാര് വന്നോ? എന്നാ വേഗം വാ, നമുക്ക് പോയേക്കാം. ആ മക്കളെ, നിങ്ങളെ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ ഒളിച്ചുകളി കളിക്കായിരുന്നു അമ്മേ. വെയിലത്ത് നടന്നു വന്ന് ക്ഷീണിച്ചു. മോളെ കുറച്ച് വെള്ളം കൊടുന്ന. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അകത്തേക്ക് കയറാം. ശരി അമ്മേ. ഇതാ ആന്റി വെള്ളം. ആ താങ്ക് യു മോളെ. വെയിലും കൊണ്ട് ആകെ ക്ഷീണിച്ച് വന്നതായിരുന്നു. അപ്പൊ മോളോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ മോള് ജ്യൂസൊക്കെ ഉണ്ടാക്കി കിടന്നല്ലോ. നല്ല മോള്. താങ്ക് യു ആന്റി. ഇതാ അമ്മ ജ്യൂസ്. ചേച്ചി, അപ്പൊ ഞങ്ങൾക്ക് ജ്യൂസ് ഇല്ലേ? വേണമെങ്കിൽ അടുക്കളയിൽ പോയി എടുത്ത് കുടിച്ചോ. ഞാൻ നിന്റെ വായിൽ കൊടുന്ന് ഒഴിച്ചു തരാനൊന്നും നിൽക്കില്ല. എന്തൊരു ജാടയാടി നിനക്ക് ചേച്ചി. ഞാനൊരു ജ്യൂസ് ചോദിച്ചിട്ടുള്ളല്ലോ, അപ്പൊ ഇങ്ങനെയാണോ പറയണ്ടേ? ഞാൻ ഇങ്ങനെ തന്നെ പറയുള്ളൂ. മോൾക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഒന്ന് തല്ലുകൂടാൻ നിൽക്കുന്നുണ്ടോ? മമ്മ എന്തിനാ എന്നെ നോക്കി മാത്രം പറയുന്നത്? ചേച്ചിയോടും പറ. ചേച്ചിയല്ലേ ആദ്യം തല്ലുകൂടാൻ വന്ന്. ഞാനൊരു ജ്യൂസ് ചോദിച്ചപ്പോ ചേച്ചി എന്നോട് ഇങ്ങനെ ചൂടായില്ലേ? അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. ഓ, അവളുടെ ഒരു നാവ് കണ്ടില്ലേ? അങ്ങനെ തന്നെ വേണേടി നിനക്ക്. നീ ഇനി മിണ്ടണ്ട. നീ വേഗം പോയി ആ പ്ലേറ്റ് കൊണ്ടേക്ക്. ഒരു ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ട് നീ അത്ര വലിയ ആളൊന്നും ആവാൻ പോകുന്നില്ല. എന്തോ അമ്മ ഇത്? ഞാൻ അവളുടെ ഒരു ജ്യൂസ് വേണമെങ്കിൽ അടുക്കളയിൽ പോയി എടുത്ത് കുടിച്ചോന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന എന്നോട്? നീ മിണ്ടാതെ ആ പ്ലേറ്റ് കൊണ്ടുപോയി വെച്ചാ. ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. എങ്കിലും നീ അവരോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അവർ കുട്ടികളല്ലേ. കുട്ടികളാ വിചാരിച്ച് എന്നും താഴ്ന്നു കൊടുത്താൽ തലേ കയറി നിരങ്ങാണ് അവര്. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ. കുറച്ച് ബഹളമൊക്കെ വീട്ടിലുണ്ടെങ്കിലേ ഒരു രസം ഉണ്ടാവുള്ളൂ. ഇനി നീ മോന്ത വേർപ്പിച്ചിരിക്കാതെ ഒന്ന് ചിരിക്കേ. മോളെ മാളു, നീയും ഒന്ന് ചിരിച്ചേ. അമ്മമാരെ, ഇനി നിങ്ങൾ സംസാരമൊക്കെ നിർത്ത്. എന്നിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ മേടിച്ചു കൊടുന്നെന്ന് കാണിച്ചതായോ? ആഹാ, സച്ചിക്ക് ധൃതിയായോ എല്ലാം കാണാൻ? അതെ ആന്റി, നിങ്ങളൊന്ന് വേഗം കാണിച്ചതായോ? ആ സച്ചി, നീ ഒന്ന് സമാധാനിക്ക്. കാണിച്ചു തരാമെല്ലാം. പിങ്കി വരട്ടെ. ആ പിങ്കി ചേച്ചി വന്നല്ലോ. ഇനി കാണിച്ചതായോ? മോളെ പിങ്കി, ഗ്ലാസ് ഒന്നങ്ങ് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചേ. ഓക്കെ മമ്മി. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഡ്രസ്സൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മമ്മി, നിങ്ങൾ എന്താ മേടിച്ചുള്ളത്? കുറച്ച് ഫുഡ് ഐറ്റംസും ഡ്രസ്സ് മീൻസ് വീട്ടിലിടാൻ ഒരു ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുള്ളൂ എല്ലാവർക്കും. അതെ, പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് അടിപൊളി ഡ്രസ്സൊക്കെ എടുക്കാം കേട്ടോ. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് നിങ്ങൾ മേടിച്ചുള്ളത്? സച്ചി, നീ ഫുഡ് ഐറ്റംസിന് വേണ്ടിയാണ് ഇത്രയും നേരം കാത്തിരുന്നത്? അതെ ആന്റി, അവന് ഏത് നേരം തീറ്റാന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. മാളു, എനിക്ക് ഇട്ടിട്ടും താങ്ങാൻ തുടങ്ങിയില്ലേ? ആദ്യം ഡ്രസ്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. മമ്മി, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് ആർക്കാ ഈ ഡ്രസ്സ്? ഇത് നിനക്കെന്നെ മോളെ പിങ്കി. വാവ്, ഇത് എനിക്കാണോ? എന്നാ വേഗം താഴെ മമ്മി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഈ ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അവരുടെ ഡ്രസ്സ് കാണിക്കും മമ്മി. സൂപ്പർ. ഇതാർക്കുള്ള ഡ്രസ്സാ മമ്മി? ഇത് മാളുവിനുള്ള ഡ്രസ്സാ. വാവ്, എനിക്കാണോ ഈ ഡ്രസ്? വാവ്, അടിപൊളി. ബട്ട് മമ്മി, എനിക്ക് ഈ ഡ്രസ്സ് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് വേണം ഈ ഡ്രസ്. പറ്റില്ല, അത് എനിക്ക് മേടിച്ച ഡ്രസ്സാ. എനിക്ക് തന്നെ വേണം. ഇതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ തന്നെ ഈ ഡ്രസ്സ് എടുക്കും. പറ്റില്ല പറ്റില്ല പറ്റില്ല, ഇത് എനിക്ക് മേടിച്ച ഡ്രസ്സാണ് പറഞ്ഞില്ല. അതുകൊണ്ട് ഇത് എന്റെ ഡ്രസ്സാ. ക്ലാര, ഇത് നമ്മൾ മാളുവിന് മേടിച്ച ഡ്രസ്സാണ്. നിനക്ക് വേറെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. ഇത് മാളുവിന്റെ ഡ്രസ്സാണ്. പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് നന്നായി ഇഷ്ടപ്പെട്ടു മമ്മി. ഇതുപോലെ അടിപൊളിയായ ഡ്രസ്സ് തന്നെ നിനക്കും മേടിച്ചുള്ളത്. ഓക്കെ, എന്നാ മാളു നിന്റെ ഡ്രസ്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഡ്രസ്സ് കാണാൻ. ക്ലാര, ഇതാണ് നിനക്ക് മേടിച്ച ഡ്രസ്സ്. അയ്യേ, ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മാളുവിന്റെ ഡ്രസ്സ് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഡ്രസ്സ് മേടിച്ചിരിക്കും. മോളെ ക്ലാര, നിനക്ക് ഈ ഡ്രസ്സ് ഇഷ്ടായില്ലേ? ആ, ഇഷ്ടപ്പെട്ടു മമ്മി. മോളെ, എന്നാ നീ ഒന്ന് ചിരിക്കാത്തെ? ചിരിച്ചിട്ട് ഈ ഡ്രസ്സ് വന്ന് മേടിക്ക്. ഓക്കെ ആന്റി. ക്ലാര, നിനക്ക് ഈ ഡ്രസ്സ് ഇഷ്ടായില്ലേ? ആ,
ഇഷ്ടപ്പെട്ടു ആന്റി. അല്ല ഇനി എനിക്കൊന്നുമില്ലേ? ആ പിന്നെ നിനക്കില്ലാതെ സച്ചി, നിനക്കുണ്ട് അടിപൊളി ഡ്രസ്സ്. അല്ല ഡ്രസ് അല്ലാതെ വല്ല ഫുഡ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം എന്തിനപ്പം നിങ്ങളെല്ലാരും കൂടി ചിരിക്കുന്നത്? അതിനിപ്പോ ഇവിടെ വല്ല കോമഡി ഉണ്ടായോ? സച്ചി നിനക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ അത് ഈ ഡ്രസ്സ് വന്ന് മേടിച്ചേ. ആ ഫുഡ് കൊടുക്കുന്നുണ്ടോ? നീ വേഗം ആ ഡ്രസ്സ് താ, എന്നിട്ട് വേഗം ഫുഡ് എടുക്കേ. എടാ സച്ചി, മതി നിന്റെ ഫുഡിനോടുള്ള ആർത്തി. നീ ഒന്ന് പൊടി, നിനക്ക് ഫുഡിനോട് ആർത്തി ഇല്ലാച്ചിട്ട് എനിക്ക് ഫുഡ് നല്ല ഇഷ്ടം.